അനുഗ്രഹം പ്രാപിക്കും. വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. വചനത്താൽ ഞാൻ സമൃദ്ധിയായി അനുഗ്രഹം പ്രാപിക്കും. വേദപുസ്തകം താഴ്ത്തി വെക്കുക, കരങ്ങളെ തട്ടി ശക്തിയോട്. കൈ ഉയർത്തി ചെയ്യേണ്ട 7 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, അബ്രഹാം മാതൃക കാണിച്ചു. അവൻ കൈ ഉയർത്തി പറഞ്ഞു, ദൈവം തരുന്നതും മതി. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രിയമക്കളെ, ഈ ഒരു തീരുമാനം എനിക്കും നിനക്കും അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവനാമം മഹത്വമെടുക്കണം. എൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ മഹത്വമെടുക്കരുത്, പ്രസ്ഥാനങ്ങൾ മഹത്വമെടുക്കരുത്, സംഘടനകൾ മഹത്വമെടുക്കരുത്, മറ്റ് ജാതികൾ മഹത്വമെടുക്കരുത്. ദൈവം മഹത്വമെടുക്കണം. ദൈവത്തിന് കഴിയും. അല്പം കാത്തിരിക്കുമെങ്കിൽ അത്ഭുത വഴികൾ ദൈവം തുറക്കും. അസാധാരണ വഴികൾ ദൈവം. ഏത് പരദേശത്തും നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഏത് മുഖങ്ങളെയും ഒടിക്കുവാൻ ദൈവത്തിന് കഴിയും. ഏത് അത്ഭുത പ്രവൃത്തികളെയും നിനക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും, കഴിയും, കഴിയും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് വ്യക്തിയോട്. നമുക്കറിയാം സന്ദർഭം. ലോകത്തിനെ ആര് പിടിച്ചോണ്ട് പോയി? കേദർ മയോർ അല്ലെ, പിടിച്ചോണ്ട് പോയി. അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സഹോദരപുത്രനെ ആര് പിടിച്ചോണ്ട് പോയി? ഇന്ന രാജാക്കന്മാർ പിടിച്ചോണ്ട് പോയി. അബ്രഹാം എന്ത് ചെയ്തു? വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായിട്ട് അവന്റെ പുറകെ പോയി ദാൻ വരെ ചെന്ന് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. ഇത് ആർക്കിഷ്ടപ്പെട്ടു? സോദോം രാജാവിനങ്ങ് ഇഷ്ടപ്പെട്ടു. നോക്കിപ്പെടാ, എടാ, എനിക്ക് കഴിയാത്ത കാര്യം അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികൾക്ക് കഴിഞ്ഞു. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രിയ അഭ്യാസികളെ, അസാധാരണമായത് നിങ്ങൾക്ക് കഴിയും. അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച, വിശ്വാസ ഭവനത്തിൽ ജനിച്ച അഭ്യാസികളെ, പ്രാർത്ഥനയിൽ അഭ്യാസികളെ, വിശ്വാസത്തിൽ അഭ്യാസികളെ, വചനത്തിൽ അഭ്യാസികളെ, നിങ്ങൾക്ക് അസാധാരണമായത്, ശത്രു മോഷ്ടിച്ചത് മടക്കി വാങ്ങാൻ കഴിയും. ഏത് ദുഷ്ടപിശാചിനെയും ജയിച്ച് നഷ്ടപ്പെട്ടത് മടക്കിക്കൊണ്ടുവരാൻ കഴിയും, കഴിയും, കഴിയും. നോക്കിയപ്പോ കൊള്ളാലോ, 318 അഭ്യാസികൾ. രാജാവ് പറയാണ്, അവരെ ഇങ്ങിത്താ, ഞാൻ ആവശ്യം പോലെ പണം നിനക്ക് തരാം. അബ്രഹാം പറഞ്ഞു, ഇല്ല, ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. പ്രിയമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സമ്പത്ത് എന്താണ്? നിങ്ങളുടെ സമുദായമാണോ? മുൻപ് നടന്ന സമുദായമാണോ? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണോ നിങ്ങളുടെ സമ്പത്ത്? അല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയാണ് നിങ്ങളുടെ സമ്പത്ത്. ഒരാമേൻ പറഞ്ഞാട്ട്. നിങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ, നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന, പിശാച് മോഷ്ടിച്ചതിനെ മടക്കി വാങ്ങിത്തരുന്ന, രോഗസൗഖ്യം നൽകുന്ന സഭയത്രേ വീട്ടിൽ ജനിച്ച, അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളത്രേ ഏറ്റവും വലിയ സമ്പത്ത്. അവൻ പറയാണ്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത്. അവന് മനസ്സിലായി, ഈ അഭ്യാസികൾ ഉണ്ടെങ്കിൽ ഇനിയും പല രാജ്യങ്ങളെയും കീഴടക്കുവാൻ കഴിയും. അത് മനസ്സിലാക്കിയ സോദാൻ രാജാവാണ് പറഞ്ഞത്, എന്താണ്? ആളുകളെ തരിക, സമ്പത്ത് ഇല്ല, വിട്ടു തരത്തില്ല. പ്രിയമക്കളെ, പല 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 ഓഫറുകളും വരും. ആളുകളെ ഇങ്ങത്താ, സമ്പത്ത് തരാം. ആലയം വിട്ടുപോ, സമ്പത്ത് തരാം. പല ഓഫറും വരും. അതൊന്നും നീ ഏറ്റെടുക്കരുത്. നിന്റെ സമ്പത്ത് അഭ്യാസികളത്രേ. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്. നിന്റെ സഹവിശ്വാസികൾ, നിന്റെ ദൈവസഭ, നിന്റെ പാസ്റ്റർ നിനക്ക് വേണ്ടി മല്ലു പിടിച്ച് പ്രാർത്ഥിക്കും. ഒരു വിഷയം പറഞ്ഞാൽ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കും. പത്രോസ് തടവറയിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്തു സംഭവിച്ചു? ദൂതൻ തടവറയ്ക്കകത്തിറങ്ങി തടവറ തകർത്തുകൊണ്ട് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ, അഭ്യാസികൾ പ്രവർത്തിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോൾ, കഴിഞ്ഞ് നീ പുറത്തു വരികയാണ്. മുഖമൊടിഞ്ഞ് നീ പുറത്തു വരികയാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് വ്യക്തിയോട്. അവൻ കൈ ഉയർത്തി പറഞ്ഞു. എന്താണ്? 23-ാമത്തെ വാക്യം പറയുകയാണ്, നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിപ്പാൻ
ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുകയാണ്. അർത്ഥം എന്താണ്? ദൈവം തരുന്നത് മതി. ഒരാമേൻ പറഞ്ഞാട്ടെ. കൈ ഉയർത്തി പറയാൻ കഴിയുമോ? ദൈവം തരുന്നതും മതി. ദൈവനാമം മഹത്വപ്പെടുന്നതും മതി. ദൈവനാമം മഹത്വപ്പെടുന്നത് മതി. കൈ ഉയർത്തി ദൈവം തരുന്നത് മതി. ദൈവം തരുമ്പോൾ ധാരാളമായി സമൃദ്ധിയായി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി കരങ്ങളെ ചേർത്തടിച്ച് എത്തിയോടെ. വീണ്ടും ലേവ്യ പുസ്തകം 9-ാം അധ്യായം 22-23 വാക്യങ്ങൾ. പിന്നെ അഹരോൻ ജനത്തിനു നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാകും ഹോമയാകും സമാധാനയാകും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. ഇത് പുരോഹിതന്മാർക്ക് ചെയ്യാനുള്ള കാര്യമാണ്. പക്ഷേ പുതിയ നിയമപ്രകാരം നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. പഴയ നിയമത്തിൽ ഒരു പ്രത്യേക ജാതിയാണ്, ഒരു ഗോത്രത്തെയാണ് പുരോഹിതരായി കണ്ടത്. ആരെയാണ്? ലേവ്യ ഗോത്രക്കാരെ. എന്നാൽ പുതിയ നിയമപ്രകാരം നീയും ഞാനും ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. അങ്ങനെയെങ്കിൽ നീ എന്ത് ചെയ്യണം? കൈ ഉയർത്തി ആശീർവദിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. അതാണ് അല്പസമയം മുമ്പേ നമ്മൾ ചെയ്തത്. നമ്മൾ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എൻ്റെ സഭയെ അനുഗ്രഹിക്കുന്നു, എൻ്റെ സഹവിശ്വാസികളെ അനുഗ്രഹിക്കുന്നു, എൻ്റെ പാസ്റ്ററെ അനുഗ്രഹിക്കുന്നു. നീ ആശീർവദിച്ചാൽ അതുപോലെ സംഭവിക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്. നീ ഒരു മോശയത്രേ, നീ ഒരു അഹരോനത്രേ. അഗ്നി അഭിഷേകത്തിൽ അവനെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അത് അസാധാരണമാണ്. ആശീർവദിച്ചാൽ ആശീർവദിക്കപ്പെടും, നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെടും, നീ മാനിച്ചാൽ മാനിക്കപ്പെടും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് എത്തിയോടെ സ്തുതിക്കട്ടെ. ഒന്ന്, കൈ ഉയർത്തി ദൈവം തരുന്നത് മതിയെന്ന് പറയണം. രണ്ട്, കൈ ഉയർത്തി ആശീർവദിക്കണം. നെഹെമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാമത്തെ വാക്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു വണങ്ങി മതി. സാഷ്ടാംഗം വീണു. അവിടെ വായിക്കുന്ന കാര്യം, വചനം സംസാരിച്ചു. ആര്? എസ്രാ. ശാസ്ത്രി എന്നാണ് പറയുന്നത്. വചനം സംസാരിച്ചപ്പോൾ കേട്ട ജനം എന്ത് ചെയ്തു? കൈ ഉയർത്തി പറഞ്ഞു ആമേൻ ആമേൻ. പറയാമോ? ആമേൻ ആമേൻ. കൈ ഉയർത്തി പറയണം ആമേൻ ആമേൻ. പ്രത്യേകിച്ച് വിശ്വാസ വാക്കുകൾ ആലയത്തിൽ മുഴങ്ങി കേൾക്കുമ്പോൾ കൈ ഉയർത്തി പറയണം ആമേൻ ആമേൻ. അത് സംഭവിക്കട്ടെ. നിന്റെ ദുഃഖം സന്തോഷമാകുമെന്ന് ആലയത്തിൽ വചനം പുറത്തു വരുമ്പോൾ നീ പറയണം ആമേൻ ആമേൻ. അതെ, നിന്റെ രോഗം സൗഖ്യമായി, യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നെന്ന് വചനം പുറപ്പെടുമ്പോൾ നീ പറയണം ആമേൻ ആമേൻ. നിന്റെ ദുഃഖം സന്തോഷമായി എന്ന് പറയുമ്പോൾ നീ പറയണം ആമേൻ ആമേൻ. യെസ്, ഹല്ലേലൂയ. ഒരു കൊയ്ത്ത് വന്നിരിക്കുന്നു എന്ന് വിളിച്ച് പറയുമ്പോൾ, പാട്ട് പാടുമ്പോൾ നീ പറയണം ആമേൻ ആമേൻ. ഹല്ലേലൂയ. ജീവൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പറയണം ആമേൻ ആമേൻ. പുതിയ ഹൃദയം കിട്ടുമെന്ന് പറയുമ്പോൾ നീ പറയണം ആമേൻ ആമേൻ. പുതിയ വൃക്കകൾ, പുതിയ ഞരമ്പുകൾ, പുതിയ കോശങ്ങൾ ദൈവം തരുമെന്ന് പറയുമ്പോൾ നീ പറയണം ആമേൻ ആമേൻ. എങ്ങനെ പറയണം? വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പോൾ 3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, കൈ ഉയർത്തി ദൈവം തരുന്നത് മതി എന്ന് പറയണം. 2, കൈ ഉയർത്തി ആശീർവദിക്കണം. 3, വചനം ഏറ്റെടുത്ത് കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പറയണം. 4-ാമത്തെ കാര്യം, 134-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള ഏറ്റവും ചെറിയ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 134-ാം സങ്കീർത്തനം. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. വളരെ ആഴമേറിയ ഒരു കാഴ്ചപ്പാടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആര് കൈ ഉയർത്തണം? 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ആരാ കൈ ഉയർത്തേണ്ടത്? രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി. പ്രിയ മക്കളെ, ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്ക. നീ അല്പസമയം രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുമെങ്കിൽ സുഖകരമായൊരു ഉറക്കം നിനക്ക് കിട്ടും. ഇത് വെറുതെ പറയുകയല്ല, ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. പ്രിയ മക്കളെ, ഇത്രയും നല്ലൊരു ദൈവം വേറെയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? രാത്രിയിൽ ഒന്ന് ഉണരണം. രാത്രികാലങ്ങളിൽ ഉണർന്നിട്ട് നിന്റെ വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അത് എത്ര പ്രയാസമുള്ള വിഷയമാകട്ടെ, എത്ര അസാധ്യതയുള്ള വിഷയമാകട്ടെ, ദൈവത്തിന് കഴിയും. പിന്നെ കൂളായിട്ട് കിടന്നുറങ്ങുക. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഒരു സംഭവം എനിക്ക് ചെറുപ്പകാലം മുതലേ ഈ പ്രാർത്ഥനാശീലം കൃപയാൽ കർത്താവ് തന്നു. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, അന്ന് ഇത്രയും അഭിഷിക്തനോ ഇത്രയും ശുശ്രൂഷയൊന്നുമില്ല. അന്ന് ഒരു സാധാരണ വിശ്വാസിയാണ്. എങ്കിൽ പോലും ഞാൻ ഒരു സാധാരണ വിശ്വാസി അല്ല. അല്പം കൂടെ എനിക്ക് വിശ്വാസമുണ്ട്. കൃപയാൽ, ഞാൻ അഹങ്കാരം പറയുകയല്ല. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ 2 ഓട്ടോയുണ്ട്. ഒരു ഓട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് അയാൾ വന്ന് പറഞ്ഞു, സാറേ ഒരു ഓട്ടോ ഉണ്ട്, പോയേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, പോയിട്ട് വാ. അവൻ എടുത്തോണ്ട് പോയത് ടെസ്റ്റിന് കെട്ടിയിട്ട ഒരു ഓട്ടോ എടുത്തോണ്ട് പോയത്. ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, പെർമിറ്റ് ഇല്ല. 10 മണി കഴിഞ്ഞിട്ടും ഓട്ടോ വരുന്നില്ല. ഒരു 12 മണി ആയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അസാധാരണമായത് സംഭവിച്ചിട്ടുണ്ട്. ഒരു 12 മണി ആയപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ്. മതില് ചാടി 2 ഓട്ടോക്കാർ വീട്ടിനകത്ത്, കാരണം ഗേറ്റ് കൂട്ടിയിരിക്കുകയാണ്, മതിൽ ചാടാതെ. അപ്പം അവർ തട്ടി നോക്കിയിട്ട് ആരും ഉണരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മതിൽ ചാടി അകത്ത് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ അസാധാരണമായത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കഥ തുറന്നപ്പോൾ 2 ഓട്ടോ ഡ്രൈവർമാർ നിൽക്കുകയാണ്. സാറിൻ്റെ ഓട്ടോ 28-ാം മൈലിൽ വെച്ച് അപകടത്തിലായി. ഡ്രൈവറും സഞ്ചരിച്ച എല്ലാവരും ചത്തുപോയി. എന്തോട്ടോയാ? ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, എൻ്റെ പേരുള്ള ഓട്ടോയാണ്. ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമാണ്. മക്കളെ, ഞാൻ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോഴെന്നറിയാമോ, ആ കിടക്കരികിൽ കർത്താവേ നീ അല്ലാതെ വേറെ കാത്തോള് ഒരു വിളി. കർത്താവേ സഹായിക്കണേ, വേറെ ആരും സഹായിപ്പാനില്ല. കേറി സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരിടത്തും പോയില്ല, സുഖമായിട്ട് കിടന്നുറങ്ങി. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ ദൈവം എന്നെ ധൈര്യപ്പെടുത്തി. മോനെ, ഒന്നും ഭാരപ്പെടേണ്ട, ഞാനെല്ലാം സ്മൂത്തായി ചെയ്യും. മക്കളെ, നടന്ന കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു വിഷയവും പ്രതികൂലമായില്ല. വളരെ അത്ഭുതകരമായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. നിങ്ങൾ ചോദിക്കും, ആ മരിച്ചവരെല്ലാം മരിച്ചോ? ഇല്ല, ഡ്രൈവർ മാത്രമേ മരിച്ചുള്ളൂ. ബാക്കി എല്ലാവരും ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച വേറൊരു കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അയക്കത്തില്ല, ദൈവം ചെയ്തൊരു വേറെ കാര്യമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമെന്ന് അറിഞ്ഞ ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറ് പുറകെ വരികയായിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് ഈ കാറുമായിട്ട് ഇടിച്ച ഈ ഓട്ടോ ചെതറി കിടക്കുകയാണ്. ആൾക്കാർ കാലും കയ്യും എല്ലാം ഒടിഞ്ഞ് കിടക്കുകയാണ്. ഒരുത്തൻ മരിച്ചു, ഡ്രൈവർ മരിച്ചു. ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇയാളുടെ വാഹനത്തിൽ തന്നെ എന്ത് ചെയ്തു? ഇവരെല്ലാം ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അതുകൊണ്ട് മറ്റുള്ളവരൊന്നും മരിച്ചില്ല. അതൊരു വലിയ കാര്യമായി. നിങ്ങൾ ചോദിക്കും, ഡ്രൈവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ, ആനുകൂല്യം കിട്ടണ്ടേ, ടാക്സ് ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ നോക്കുക, കേസ് പോയത് വ്യത്യസ്ത നിലവാരങ്ങളിലാണ്. ആ ഇടിച്ച കാറിന് വലിയ വില കൂടിയ ഇൻഷുറൻസ് ഉണ്ട്. അത് നമ്മുടെ കുരുമ്പേലിക്കാരൻ്റെ കാറായിരുന്നു. ആ ഇൻഷുറൻസ് ആ മരിച്ചവൻ്റെ കുടുംബത്തിന് ലഭിക്കുവാനിടയായി. ഇല്ലെങ്കിൽ എൻ്റെ വീട് വിറ്റ് കൊടുക്കണം. അതാണ് നിയമങ്ങൾ. നോക്കുക, പ്രാർത്ഥിച്ചപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ദൈവം ചെയ്തു. നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അങ്ങനെ
കൊടുത്തു വിട്ടത് കൊണ്ടല്ലേ കുഴപ്പമുണ്ടായത്. ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി കൊടുത്തു വിടാൻ പാടുണ്ടോ? തെറ്റെന്റെ കയ്യിലാ, തെറ്റാ അല്ലേ? ഇൻഷുറൻസ് ഇല്ല, ടാക്സ് ഇല്ല, പെർമിറ്റ് ഇല്ല, കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ തെറ്റുണ്ടായിട്ട് പോലും പ്രാർത്ഥിച്ചപ്പോൾ അതിനെ സ്മൂത്താക്കി ദൈവം മാറ്റി. ഒരാമേൻ പറഞ്ഞാട്ടെ. തെറ്റുണ്ട്, കുറവുണ്ട്, ബലഹീനതയുണ്ട്, എങ്കിൽ അവിടെയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കാര്യങ്ങൾ സ്മൂത്തായി നടത്തും. God can do miracles out of your mistakes. നമ്മളെല്ലാം പലപ്പോഴും കുഴപ്പത്തിൽ ചാടുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടാ. പക്ഷേ ആ കുഴപ്പത്തിന്റെ നടുവിലും ഒരു പരിഹാരം കൽപ്പിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു ആത്മീയ കാഴ്ചപ്പാട് ഏറ്റെടുക്ക്. എന്തു വിഷയം വരട്ടെ, ഇതെല്ലാം ഒരുപാട് അനുഭവങ്ങളുണ്ട്. കേട്ടാ ഞെട്ടും. ഒരുപാട് അനുഭവമുണ്ട്. വേറെ അനുഭവം ഞാൻ ചുരുക്കി പറയാം. പല പ്രാവശ്യം പറഞ്ഞതാണ്, പുതിയ ആത്മാക്കൾക്ക് വേണ്ടി പറയുക കേട്ടോ, പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് പറഞ്ഞേ. കഠിനംകുളം സ്റ്റേഷനിൽ SI ആയി പ്രവർത്തിക്കുകയാണ്. പെട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താണ്? ഇവിടെ തൂക്കിയിട്ടിരുന്ന തോക്ക് കാണുന്നില്ല, ഉറ മാത്രമേ ഉള്ളൂ, തോക്കില്ല. ഒരു തോക്ക് നഷ്ടപ്പെട്ടാൽ ജോലി പോയി, ഒരു ഉണ്ട നഷ്ടപ്പെട്ടാൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് ഗണിക്കുന്നത്. നോക്കിയപ്പോൾ തോക്കില്ല. ഒന്നാമത്തെ കാര്യം, കസേര പുറകോട്ട് തള്ളി, ഡെസ്ക് മുമ്പിലുള്ള മേശ മുമ്പോട്ട് തള്ളി, മുട്ടുമടക്കി. നടന്ന കാര്യം പറയുക. ഈ കസേര മുമ്പോട്ട് തള്ളുമ്പോൾ നല്ല ശബ്ദമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഇരുമ്പ് കസേരയാണ്, ഈ മേശയും എന്താണ്? ഇരുമ്പ് മേശയാണ്. ഭയങ്കര ശബ്ദം കേട്ടു. റൈറ്റർ ഓടി വന്നു. ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്, അവരോടി വന്നു. അപ്പോൾ റൈറ്റർ പറയാ, പാസ്റ്റർ അല്ല SI വെഞ്ചരിക്ക്, നെഞ്ചരിയുമ്പോഴാ പറയുന്നത് വെഞ്ചരി. അപ്പം എൻ്റെ അങ്കലാപ്പ് കണ്ടപ്പോൾ അയാൾക്ക് എന്തോ തോന്നിയ, സാർ എന്ത് പറ്റി? മൊബൈൽ ഫോൺ കാണുന്നില്ല. അതല്ലേ പറയാൻ നോക്കൂ. ഇവിടെ പത്രക്കാർ അപ്പോഴേ ന്യൂസ് അയക്കും, ഉടനെ അപ്പോഴേ ഓർഡർ വരും, സസ്പെൻഷൻ. മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. 2 വണ്ടിയുണ്ട് സ്റ്റേഷനിൽ. 2 വണ്ടിക്കകത്ത് ആളെ കയറ്റി പോവുക. ഞാൻ നോക്കുക, മൊബൈൽ ഫോൺ നോക്കുക. കുറെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഭയപ്പെടേണ്ട, എൻ്റെ തോക്കാണ് പോയത്. സാറേ തോക്ക് പോയോ? തപ്പുക, എവിടെയും കാണാനില്ല. ഇനി അവസാനം ഒരു വഴി കൂടെ മാത്രമുള്ളൂ. ഞാൻ ഏകദേശം കുഴഞ്ഞ് ആ സീറ്റിലേക്ക് ഇരിക്കുക, ജീവച്ചവം പോലെ. ആ വഴിയാണെങ്കിൽ അവിടുത്തെ ഏറ്റവും കൊള്ളക്കാരുടെ വഴിയാണ്. LTT കബീർ ഇങ്ങനെയൊക്കെ പേരുള്ള ആൾക്കാരുടെ വഴിയാണ്. അറിയാം, സ്ഥലം അറിയാലോ, കഠിനംകുളം. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ദൂരെ റോഡിൽ നടുഭാഗത്ത് ഒരു കറുത്ത സാധനം കിടക്കുന്നു. ഒരു കാറ് അതിൽ കൂടെ കയറി ഇറങ്ങിപ്പോകുന്നു. ജീപ്പ് കൊണ്ട് നിർത്തി. ഞാൻ കുഴഞ്ഞങ്ങ് വീണു. അവരെല്ലാം കൂടെ പൊക്കി ആ തോക്കും എടുത്തു. മക്കളെ, 1 മണിക്കൂർ സമയം അഹങ്കാരികളുടെ നാട്ടിൽ ദൂതന്മാരെ ദൈവം കാവലാക്കി. ഒരാമേൻ പറഞ്ഞാട്ട്. 1 മണിക്കൂർ സമയം, ഹല്ലേലൂയ, ആ തോക്ക് അവിടെ വഴിയിൽ കടന്നു, ദൂതന്മാരെ കാവലാക്കി. എപ്പോൾ? പ്രാർത്ഥിച്ചപ്പോൾ. ഇങ്ങനെ എത്ര അനുഭവങ്ങളാണ് പ്രിയമക്കളെ. ഏത് വിഷയം വന്നാലും എന്ത് ചെയ്യണം? മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ആരോടും പറയരുത്. ആദ്യം എന്ത് ചെയ്യണം? മുട്ടുമടക്കി ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതി വെക്ക്. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വിഷയത്തെയും മറികടക്കാം. ശ്രദ്ധിച്ച് കേൾക്ക്. ഏത് രോഗത്തെയും നിങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ച് മറികടക്കാം. ഏത് തടസ്സങ്ങളെയും മറികടക്കാം, നീ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ.
വായിച്ച കാര്യം എന്താണ്? അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവീൻ. കൈ ഉയർത്തി ചെയ്യേണ്ട നാലാമത്തെ കാര്യം എന്താണ്? ആരാധന. ഒരാമേൻ പറഞ്ഞാട്ടെ. ആരാധിക്കുമ്പോൾ എന്ത് ചെയ്യണം? കൈ ഉയർത്തി വീശണം. വേവ് യുവർ ഹാൻഡ്സ്. ഒന്ന് വീശിയാട്ടെ. ഹല്ലേലൂയ. ഒരു പ്രാക്ടിക്കൽ ആകട്ടെ. അപ്പോ ഹല്ലേലൂയ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു രാജാവേ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ. അടുത്ത വാക്യം പറയുന്നു, ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ. അർത്ഥം എന്താണ്? നീ കൈ ഉയർത്തി ആരാധിക്കുമെങ്കിൽ അനുഗ്രഹം താഴേക്ക് വരും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് വീണ്ടും പോകാം. കൈ ഉയർത്തി അനുഗ്രഹിക്കണം. വായിക്കാം ലൂക്കോസ് 24:50 വാക്യം. ലൂക്കോസ് 24:50 5-ാമത്തെ കാര്യം. അനന്തരം അവൻ അവരെ ബെഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. നോക്കുക, യേശു കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്തു? കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അടുത്ത വാക്യം വായിച്ചേ. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവൻ അവരെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും യേശു കൈ ഉയർത്തി അനുഗ്രഹിച്ചപ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് എന്ത് കിട്ടി? മഹാസന്തോഷം കിട്ടി. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയാണ്. മഹാസന്തോഷം, മഹാസന്തോഷം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് അപ്പോൾ കൈ ഉയർത്തി അനുഗ്രഹിക്കണം. മക്കളെ, നീ യേശു ചെയ്തതുപോലെ ചെയ്യാൻ നിയോഗം കിട്ടിയവരാണ്. എന്താണ് യേശു പറഞ്ഞത്? ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ ചെയ്ത പ്രവൃത്തി. ഇവിടെ എന്താ യേശു ചെയ്ത പ്രവൃത്തി? എന്താ? കൈ ഉയർത്തി. അത് ആര് ചെയ്യുമെന്ന്? യേശുവിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും. നിനക്ക് വിശ്വാസമുണ്ടോ യേശുവിൽ? അതുപോലെ ചെയ്യ്. നിന്റെ മക്കളെ കൈ ഉയർത്തി അനുഗ്രഹിക്ക. നിന്റെ പാസ്റ്ററെ അനുഗ്രഹിക്ക. നിന്റെ ബിസിനസിനെ കൈ ഉയർത്തി അനുഗ്രഹിക്ക. നിന്റെ വരുമാനത്തെ കൈ ഉയർത്തി അനുഗ്രഹിക്ക. കായ്ക്കാത്ത കിടക്കുന്ന പ്ലാവിനെ കൈ ഉയർത്തി അനുഗ്രഹിക്ക. അത് കായ്ക്കും. അതിനെന്താ കിട്ടും? കായ്ക്കാൻ മഹാസന്തോഷം കിട്ടും. നമുക്കറിയാം, ഈ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും അതിന് ഫലം ഉണ്ടാകുന്നത്, അല്ലേ? അത് ഏത് കാര്യത്തിലായാലും ചിന്തിച്ചു നോക്ക്, അല്ലേ? സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ചിന്തിച്ചു നോക്കിയാൽ മതി. വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സന്തോഷം ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഫലം. ശരിയാണോ? വീട്ടിലെ പ്ലാവിന് എന്തോ ഉണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. തെങ്ങിന് എന്തോ ഉണ്ടാകണം? സന്തോഷം. അത് കായ്ക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോട് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. 6-ാമത്തെ കാര്യം പറഞ്ഞോട്ടെ. എഗസ്കേൽ 20:6 വാക്യം. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി നോക്കുക. ദൈവത്തിന്റെ ഒരു സ്വഭാവം നോക്കുക. കൈ ഉയർത്തി വിശ്വാസ വാക്ക് പറയുകയാണ് ദൈവം. എന്താണ്? അടിമത്തം തകർത്ത് ഞാൻ ജനത്തെ എവിടെ കൊണ്ടുവരും? പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവരും. നീയും അതുപോലെ കൈ ഉയർത്തി എന്ത് പറയണം? വിശ്വാസ വാക്ക് പറയണം. എൻ്റെ ദൈവം എന്നെ മാനിക്കും. ഈ പട്ടണത്തിൽ ദൈവം എന്നെ മാനിക്കും. കൈ ഉയർത്തി പറ. അസാധ്യങ്ങൾ സാധ്യമാകും. വഴികൾ തുറക്കപ്പെടും. എൻ്റെ ബിസിനസ് അനുഗ്രഹമാകും. അറിയാത്ത വഴികൾ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ദുർഘടങ്ങൾ നിരപ്പാക്കും. ഓരോ ദിവസവും ഉയർച്ചയാണ്, മാന്യതയാണ്. കൈ ഉയർത്തി പറ. അത് സംഭവിക്കും. എൻ്റെ ദുഃഖം സന്തോഷമാകും. എൻ്റെ വിലാപം നൃത്തമാകും. എൻ്റെ ഹൃദയം പിടച്ചു വികസിക്കും. ഞാൻ പുഷ്ടിവെക്കും. ഞാൻ പച്ച പിടിക്കും. ദേവദാരു പോലെ വളരും. കൈ ഉയർത്തി പറ. അത് സംഭവിക്കും, സംഭവിക്കും, സംഭവിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. 1 തിമോഥെയോസ് 2-ാമത്തെ വാക്യം. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന്. എന്ത് ചെയ്യണം? കൈ ഉയർത്തി വിശുദ്ധ കൈകളെ ഉയർത്തി
പ്രാർത്ഥിക്കണം. രാമൻ പറഞ്ഞാട്ടെ, ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേക്ക് കൈ കെട്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, കൈ ഉയർത്തി. ഇത് ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യമാണ്. നീ കൈ ഉയർത്തിയാൽ പിശാചിന്റെ കൈ താഴും. രാമൻ പറഞ്ഞാട്ടെ, നീ കൈ ഉയർത്തിയാൽ പ്രതികൂലത്തിന്റെ കൈ താഴും. നീ കൈ ഉയർത്തിയാൽ കടഭാരത്തിന്റെ കൈ താഴും. നീ കൈ ഉയർത്തിയാൽ ശത്രുവിന്റെ കൈ താഴും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. 7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കൈ ഉയർത്തി മതി എന്ന് പറയണം. നക്കാപ്പിച്ചയ്ക്ക് നടക്കരുത്. ചത്തോട്ടെ, പട്ടിണി കിടന്ന് ചത്തോട്ടെ, ദൈവം അത്ഭുത വഴി തുറക്കും. മക്കളെ, ഒരു അത്ഭുതം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു അത്ഭുത വഴി തുറക്കപ്പെടുവാനുണ്ടായി. ഒട്ടും അവിടെ നിന്ന് ഒരു നന്മ വരുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. പക്ഷേ ദൈവത്തിന് ഏത് മുഖാന്തരങ്ങളെയും ഫലപ്രദമാക്കുവാൻ കഴിയും. ഏതു വ്യക്തികളെയും ഉപയോഗിക്കുവാൻ കഴിയും. ഏത് പച്ചവെള്ളത്തെയും വീഞ്ഞാക്കുവാൻ കഴിയും. ഏതു മണ്ണിനെയും കണ്ണാക്കുവാൻ കഴിയും. ഏതു കാറ്റിനെയും ശാന്തമാക്കുവാൻ കഴിയും. ഏത് പ്രതികൂലത്തെയും ചവിട്ടി നടക്കുവാൻ കഴിയും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് വ്യക്തിയോട് മക്കളെ, നിങ്ങളുടെ ആനുകൂല്യത്തിനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിക്കുന്ന ഒരു വില കൂടിയ പാഠമുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ പലരും ഇതുവരെ ഏറ്റെടുത്തില്ല. ഏറ്റെടുത്തവർക്കായി സ്തോത്രം. ഞാൻ പറയട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതു വിഷയത്തിന് മുമ്പിലും ഒരു ചെറിയ പ്രാർത്ഥന മുന്നേ പോകണം. എഴുതി വെച്ചോ. ഞാൻ ഓരോ ദിവസവും അതിൻ്റെ ആനുകൂല്യം അനുഭവിക്കുകയാണ്. ലേറ്റസ്റ്റ് കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. വീട്ടിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഇടുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പം പറയത്തില്ല. പറഞ്ഞാൽ നിങ്ങൾ പറയും പാസ്റ്റർ തള്ളി മറിച്ചിടുക എന്ന് പറയും. എൻ്റെ വീട്ടുകാർക്കും ഒന്നും അറിയത്തില്ല. അവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ ആവശ്യമല്ലോ. കാര്യം എന്താ, ദൂരക്കാഴ്ചയിൽ കുറവാണ്. ഉള്ള കാര്യമുള്ള പോലെ പറയാമല്ലോ. പലപ്പോഴും അതൊക്കെ നമ്മൾ വേദനിപ്പിക്കാറുണ്ട്. പക്ഷേ എങ്കിലും കർത്താവിനെ നോക്കുമ്പോഴത്തേക്ക് കർത്താവ് എന്ന് പറയുന്നത്, മോനെ വെയിറ്റ് വെയിറ്റ്. ഇന്ന് മനസ്സിലാക്കാത്തവർ നാളെ മനസ്സിലാക്കും. അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് ആ ഒരു പ്ലാറ്റ്ഫോം വാങ്ങാൻ വേണ്ടി, അതിൻ്റെ സാധനം വാങ്ങാൻ 35,000 രൂപ ചിലവ് വരും. കാരണം ഞാനും രാജമ്പായും നിരന്തരമായിട്ട് ഒരു കടയിൽ പോയി അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 35,000 രൂപ ചിലവ് വരും. പൈസ അത് വീട്ടിൽ വരുമ്പോഴത്തേക്ക് 35,000 രൂപ പൈസ. ഞാൻ കർത്താവേ, ഈ 35,000 നീ കുറച്ച് തരണം, നിനക്ക് കഴിയും. നടന്ന കാര്യം പറയട്ടെ മക്കളെ, 25,800 രൂപയ്ക്ക് അതെനിക്ക് കിട്ടി. ഏകദേശം 9,000 രൂപ. അതേ സാധനം, ഒരേ സാധനം. കർത്താവ് കാര്യങ്ങളെ ക്രമീകരിച്ചു, വഴികളെ തുറന്നു, എവിടെ കിട്ടുമെന്ന് കാണിച്ചു തന്നു. അവിടെ ചെന്നപ്പോൾ അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും പിന്നെയും കുറച്ച് ഞങ്ങൾക്ക്, വണ്ടിക്കൂലി പോലും കുറച്ച് ഞങ്ങൾക്ക് തരാനിടയായി. ഞാൻ പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ കാഴ്ചപ്പാടാണ്. എഴുതി വെക്ക്. വളരെ പ്രയാസമാണ്. എന്താവശ്യം വരട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, ചെറിയ രോഗമാകട്ടെ, വലിയ രോഗമൊന്നും വരത്തില്ല കേട്ടോ. നമ്മൾ വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ആൾക്കാർക്ക് എന്താ ചൊറിച്ചില്, അലർജി, പനി, ഇതൊക്കെ വയറുവേദന, ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് മക്കളെ. ഒരു യന്ത്രമാകുമ്പോൾ അതിന് കാലപ്പഴക്കത്തിൽ എന്തുണ്ട്? ഈ തേയ്മാനം ഉണ്ടാകും അല്ലേ? അതുപോലെ യന്ത്രമാണിത് അല്ലേ? പല തേയ്മാനങ്ങളും ഉണ്ടാകും. അതിനൊക്കെ അതിജീവിക്കാം. മറികടക്കാൻ കഴിയാത്ത ഒരു നിലവാരങ്ങൾ നിങ്ങൾക്കില്ല. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തെ കർത്താവ് ജീവിപ്പിക്കുന്നു. നിങ്ങൾ അറിയാതെ പുതിയ ഹൃദയം ലഭിക്കുന്നു. നിങ്ങൾ അറിയാതെ പുതിയ അവയവങ്ങൾ, ഒരു മാറാറോ രോഗം നിങ്ങൾക്കില്ല. ഒരു മാറാരോഗമില്ല. നിസ്സാരപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ
നിസ്സാരപ്പെട്ട കാര്യങ്ങൾ തന്നെ എന്തായി മാറും? കോടാലിയായിട്ട് മാറും. ഞാൻ പറഞ്ഞുതരാം. ഇതാണ്ട് ഈ ദേവരാജൻ കഴിഞ്ഞ ദിവസം മുട്ടിന് പൊട്ടി അല്ലേ, അത് മതി, ഇനി മേലാല് എഴുന്നേക്കാതെ ആയിപ്പോവും ഇപ്പോഴത്തെ ചികിത്സ അനുസരിച്ച്. പക്ഷേ നിസ്സാരമായിട്ട് യേശു പരിഹരിച്ചു. അവിടെ കീറി, ഇവിടെ കീറി, അവിടെ പ്ലാസ്റ്റർ ഇട്ടു, പിന്നെയും ഇട്ടു, പിന്നെ സ്ക്രൂ ഇട്ടു, പിന്നെ ഇട്ട് ആ കാല് പോയി. ഇപ്പൊ കാലുമില്ല, നടുവില്ല. എനിക്കറിയാം ഒരു പാസ്റ്റർ കാര്യം. ഒരു പാസ്റ്റർ എനിക്കറിയാവുന്ന പാസ്റ്ററാണ്. അതിന് കൂട്ടുകാരൻ ഡോക്ടറാണ്. ഒരു ചെറിയ നടുവേദന, ഡോക്ടർ പറഞ്ഞു ഇങ്ങോട്ട് വാ, യേശു സൗഖ്യമാക്കാം. അതൊക്കെ പറയും. അതൊന്നുമല്ല. ഇപ്പം കയറ്റി ഓപ്പറേഷൻ, ഇപ്പം നടക്കാനും വയ്യ, എഴുന്നേക്കാൻ വയ്യ, എഴഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറിയ നടുവേദന ഉള്ളായിരുന്നു. നിസ്സാരപ്പെട്ട കാര്യം. മക്കളെ, ഇങ്ങനെയാണ് ലോകം. പല കൈമറിഞ്ഞ് നാശമായിട്ട് മാറുമ്പോൾ നിസ്സാരമായിട്ട് ദൈവം ചികിത്സിക്കും. നിസ്സാരമായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ, നിസ്സാരമായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ, നിസ്കാരങ്ങളെ ചേർത്തടിച്ച് നിസ്സാരമായിട്ട് 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 നിസ്സാരമായിട്ട്. പ്രിയമക്കളെ, അല്പം സമയം പോകുന്നെങ്കിലും ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമായി ഞാൻ കാണുന്നത് മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നതാണ്. വല്ലതും മനസ്സിലായോ? കൊരങ്ങന്റെ കൈ പൂമാല കിട്ടുമ്പോൾ എന്ത് ചെയ്യും? തട്ടിക്കളിക്കും. അവർക്ക് പണം മതി, അവർക്ക് പേര് മതി. നീ ഒരു ഗിനിപ്പന്നിയായിട്ട് മാറ്റപ്പെടും. നീ പ്രാർത്ഥിക്കണം, മനുഷ്യകരങ്ങളിൽ എന്നെ ഏൽപ്പിക്കരുത്. പ്രാർത്ഥിക്കണം, മനുഷ്യകരങ്ങളിൽ എന്നെ ഏൽപ്പിക്കരുത്. അവസാന നിമിഷം വരെ മനുഷ്യങ്ങൾ ഏൽപ്പിക്കാതെ എന്നെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും, 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 കഴിയും. ഞാൻ വെള്ളിയാഴ്ച ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കട്ടെ. ബൈബിളിൽ കാണുന്ന പൂർവ്വപിതാക്കന്മാർ നടുവൊടിഞ്ഞ് കിടന്നതായിട്ട് എഴുതിയിട്ടുണ്ടോ? അബ്രഹാം എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് മരിച്ചു എഴുതിയിട്ടുണ്ടോ? മോശ, ദാവീദ്, പലരെ പറ്റിയും പറയുന്നത് ദേഹബലം കുറഞ്ഞില്ല, കണ്ണും മങ്ങിയില്ല. അവസാന നിമിഷം വരെ നിന്നെ ചികിത്സിച്ച് നിന്നെ ബലപ്പെടുത്തി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. പറയണം, പ്രാർത്ഥിക്കണം, മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടരുത്, മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടരുത്. മടങ്ങി വരട്ടെ, ആവർത്തിക്കാം. ഒന്ന്, കൈ ഉയർത്തി പറയണം, ദൈവം തരുന്നത് മതി. കൈ ഉയർത്തി ആശീർവദിക്കണം. ശപിക്കരുത് കേട്ടോ മക്കളെ, ശപിക്കരുത് കേട്ടോ മക്കളെ. കുഴപ്പം കാണിക്കും, ദേഷ്യപ്പെടും. മക്കളെ ശപിക്കരുത്. അവരെന്ത്? ആശീർവദിക്കണം. വീണ്ടും വചനം ഏറ്റെടുത്ത് ആമേൻ ആമേൻ എന്ന് പറയണം. വീണ്ടും കൈ ഉയർത്തി ആരാധിക്കണം. വീണ്ടും കൈ ഉയർത്തി അനുഗ്രഹിക്കണം. വീണ്ടും വിശ്വാസ വാക്ക് കൈ ഉയർത്തി പറയണം. വീട്ടിൽ പോയിട്ട് ടെറസ് ഉണ്ടെങ്കിൽ ടെറസിൽ നടക്കണം, പറയണം, എൻ്റെ ദുഃഖം സന്തോഷമാകും. നാട്ടുകാർ പറയും നല്ലൊരു മനുഷ്യനായിരുന്നു, വട്ടായി പോയി. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, പോലീസൊക്കെ ആയിട്ട് SI ആയിട്ടൊക്കെ CI ആയിട്ടൊക്കെ പ്രവർത്തിച്ച ആളാ, വട്ടായി പോയി. പക്ഷേ ദൈവം പറയും ഇത് വട്ടല്ല, വിശ്വാസമാണ്. കൈയുയർത്തി പറയണം, എൻ്റെ ദുഃഖം സന്തോഷമാകും, എൻ്റെ വിലാപം നൃത്തമാകും, എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും, ഞാൻ മാനെ പോലെ കുതിച്ചു ചാടും, ഞാൻ ശത്രുക്കളിൽ എൻ്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും, എൻ്റെ കാൽ എൻ്റെ ശത്രുവിന്റെ കഴുത്തിലിരിക്കും, അറിയാത്ത വഴികൾ എനിക്ക് വേണ്ടി മാത്രമായി തുറക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കും, ഉയർന്നു വരും, മാനിക്കപ്പെടും, ദേശത്തിന്റെ ഉന്നതങ്ങളിൽ ഞാൻ മകളമേറി സഞ്ചരിക്കൂ. ചില കാര്യങ്ങൾ ബോഷന്മാരെ പോലെ ചെയ്യുന്നവരാണ് വിശ്വാസവീരന്മാർ. ഞാൻ പറയാറുണ്ട് മക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് വിശ്വാസ പ്രവൃത്തികൾക്ക് ഒരു മനുഷ്യന്റെയും പ്രോത്സാഹനം കിട്ടിയിട്ടില്ല. എതിരായിട്ടേ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ഞാനൊന്നും ഗവനിച്ചിട്ടില്ല. ഗവനിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല, ഈ സഭയും ഉണ്ടാകത്തില്ല, ഈ ബിൽഡിങ്ങും ഉണ്ടാകത്തില്ല, ഒരു പുല്ലും ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനൊക്കെ അവഗണിച്ചു. ഞാൻ ദൈവത്തിൻ്റെ ഭാഷ പറഞ്ഞു, പലർക്കും അത് മനസ്സിലായില്ല.
ഇന്ന് ചിലത് മനസ്സിലാകുന്നുണ്ട്, ഇനി മനസ്സിലാകാൻ പോകുന്നുണ്ട്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്. അതുപോലെ ഒരു പോഷനെ പോലെ, ഒരു വട്ടനെ പോലെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യ, വചനം സ്വീകരിച്ച് കാഴ്ചപ്പാട് ഏറ്റെടുത്ത് ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ വാചാലനായി പോവും. നോക്കുക, ദാവീദ് എവിടെ വന്നു? യുദ്ധഭൂമിയിൽ വന്നു. കേൾക്കുന്ന കേൾവി എന്താണ്? ഗോലിയാത്ത് വെല്ലുവിളി മുഴക്കുകയാണ്. ദാവീദ് ചോദിക്കുക, ഈ വിഗ്രഹാരാധി അഗ്രചർമ്മി ആരാണെന്നൊക്കെ പറയാൻ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമല്ലേ? സഹോദരന്മാരെ വിളിച്ചു, എന്താ പറയുന്നത്? ഗോലിയാത്താ നിൽക്കുന്നത്, നീ ആരാ? ഇടയ ചെറുക്കൻ കാട്ടിക്കിടന്ന് നിന്റെ നിഗളം, അഹങ്കാരം, നീ പട കാണാൻ വന്നതല്ലേ, കണ്ണോട് പൊയ്ക്കൊള്ളണം. അവിടെ വായിക്കുന്നു, അവൻ അവരെ അവഗണിച്ചു. അയ്യോ, ചേട്ടന്മാരല്ലേ പറയുന്നത്, അവരുടെ വാക്ക് കേൾക്കണ്ടേ, ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ അവന്റെ ഉയർച്ച അവിടെ അവസാനിക്കുമായിരുന്നു. അവൻ അവരെ എന്ത് ചെയ്തു? അവഗണിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വാസത്തിൽ മുന്നോട്ട് ചുവട് വെക്കുമ്പോൾ നിന്നെ തളർത്തുന്ന വാക്കുകൾ പലരും പറയും. അതിനെ അവഗണിക്കണം, അവഗണിക്കണം. അത് പൈശാചികമാണ്, അതിനെ അവഗണിക്കണം. ചുവടുകൾ മുന്നോട്ട്, ചുവടുകൾ മുന്നോട്ട്, ചുവടുകൾ മുന്നോട്ട്, ചുവടുകൾ മുന്നോട്ട്. നീ ദൈവത്തിന്റെ ഭാഷ തുടർച്ചയായി സംസാരിക്കണം. നീ പറയണം, ഒരു അസാധാരണ നന്മ എനിക്ക് ഒരുക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണം ഒരു കാര്യം, എഴുതാമെങ്കിൽ എഴുതി വെക്ക. നടക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാൻ പോവുക. കുറെ പേര് പറയും തള്ളി മറിച്ചിടുവെന്ന്. തള്ളല്ല, എഴുതി വെച്ചോ. നിങ്ങളുടെ വീടിന്റെ മുകളിൽ ഞാൻ പ്രത്യേക സംവിധാനത്തിൽ വരും. എല്ലാ മാസവും നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് അസാധ്യങ്ങളിൽ അസാധ്യമാണ്, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലതും സാധ്യമാണ്. ഇനിയുള്ള സമയങ്ങളിൽ കർത്താവ് ആൾക്കാരെ കൂട്ടുമ്പോഴത്തേക്ക് എല്ലാ വീട്ടിലൊന്നും പ്രാർത്ഥിക്കാൻ എല്ലാ മാസവും ഒക്കത്തില്ല. പക്ഷേ മുകളിലൂടെ പോയി പ്രാർത്ഥിച്ചു പോവുകയാണെങ്കിൽ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്യാനൊക്കെ കേട്ടോ. രാവിലെ നോക്കുമ്പം നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ ചില പൂക്കളോ എന്തൊരു അടയാളം കാണാൻ സാധിക്കും. ആരിട്ടതാ? നിങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഇട്ടത്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. അസാധാരണ ദൈവത്തെയാണ് നീയും ഞാനും സേവിക്കുന്നത്. ഓ, ചെറുപ്രായത്തിൽ ഞാൻ വിശ്വസിച്ചു, എന്റെ ദൈവത്തിന് കഴിയും കഴിയും കഴിയും. ഇന്നും വിശ്വസിക്കുന്നു. എത്ര അസാധാരണ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. കാര്യമെന്താണ്? സകലത്തിന്റെ ഉടയവൻ എന്റെ ദൈവമാണ്. Only believe. നമ്മൾ എന്തുകൊണ്ടാണ് ഉയരാത്തത്? ഞാൻ എഴുതി തരാം. നമ്മൾ പറയുന്ന അവിശ്വാസ വാക്ക്. ഇത് കേട്ടപ്പോഴും പറഞ്ഞു, പിന്നെ ഇയാൾ മേളിൽ കൂടെ വരാൻ പോകില്ല, താഴെ കൂടെ വരാൻ പോയി, എപ്പോഴാണ് മേളിൽ കൂടെ വരാൻ പോകുന്നത് മനസ്സിൽ പറഞ്ഞു പോവും. കാര്യം എന്താണ്? അങ്ങനെയാണ് നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ വളർത്തപ്പെട്ട അന്തരീക്ഷം. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ നമ്മൾ കഴിവില്ല. അതിനെന്ത് വേണം? അധികമായി വചനം അകത്ത് കയറണം. യോശുവ അകത്ത് കയറണം, മോശ അകത്ത് കയറണം, അബ്രഹാം അകത്ത് കയറണം, ദാനിയേൽ അകത്ത് കയറണം. പറയാമെന്ന കാര്യം പറഞ്ഞില്ല, അന്ന് പറഞ്ഞ് നിർത്തിക്കോട്ടെ. ആൾക്കാർ പറഞ്ഞു, ഇറങ്ങി പോടാ, ഇവിടെ വന്ന് നിൽക്കരുത് കേട്ടോ, അവൻ വല്ല എടുത്തെറിയും, നീ ചത്തുപോകും. ദാവീദേ പോ, സ്ഥലം വിട. ഇല്ല, അവൻ അവരെ അവഗണിച്ചിട്ട് അടുത്തവനോടും പറഞ്ഞു, ഇവനെ നിസ്സാരമായിട്ട് തോപ്പിക്കാൻ കഴിയും. ആ കേൾവി എവിടെ എത്തി? രാജാവിൻ്റെ ചെവിയിലെത്തി. ഒരു ബാല്യക്കാരൻ വന്നു, ഈ ഷായുടെ മകനാണ്. അവൻ ഇപ്രകാരം പറയുന്നു, ഒരു അവസരം കൊടുത്താലോ? രാജാവിനും വിശ്വാസം വരുന്നില്ല. ആര് തെളിവ് കൊടുത്തു? ദാവീദ്. ഒരിക്കൽ ഒരു
കരടിയും, ഒരിക്കൽ ഒരു സിംഹവും. മക്കളെ, നിങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ നിങ്ങളുടെ സാക്ഷ്യമാകട്ടെ. നിങ്ങളെ നടത്തിയ വിധങ്ങൾ, നിങ്ങളെ പരിപാലിച്ച വിധങ്ങൾ അസാധ്യങ്ങളെ സാധ്യമാക്കി. ഇന്ന് ഇവിടെ ഇരിക്കാനുള്ളവനല്ല, നീ ഉള്ളവനല്ല, മണ്ണിനടിയിൽ കിടക്കാനുള്ളവനാണ്. എത്ര അസാധ്യങ്ങളെ സാധ്യമാക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിന്റെ സാക്ഷ്യമാകട്ടെ. പറഞ്ഞു, ഒരിക്കൽ ഒരു പട്ടിക്കുട്ടിയും ഒരിക്കൽ ഒരു പുള്ളിപ്പുലിയും എന്നാണ് പറഞ്ഞേ. ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും. പറഞ്ഞു, എനിക്ക് നേരെ തിരിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കീറിക്കളഞ്ഞു. അതവന്റെ സാക്ഷ്യമാണ്. നിങ്ങൾ ചോദിക്കും, പാസ്റ്റേ അത് ദാവീദിന്റെ കാര്യമല്ലേ, എന്റെ കാര്യമോ? അതിലും വലിയ സാക്ഷ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മറന്നതാ? അതിലും വലിയ സാക്ഷ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മറന്നതാ? നിങ്ങൾ മറന്നതാ? അതിലും വലുതുണ്ട്. അവനെ പടച്ചട്ട അണിയിച്ചു ആര്? ശൗൽ രാജാവ്. അവൻ പറഞ്ഞു, എനിക്ക് ശീലമില്ല കേട്ടോ, ഇതെല്ലാം കൂടെ എനിക്ക് അനങ്ങാൻ നോക്കുന്നില്ല, ഇരിക്കാൻ നോക്കുന്നില്ല. അവൻ എന്ത് ചെയ്തു? അതെല്ലാം ഊരി വെച്ചു. എങ്ങോട്ട് പോയി? തോട്ടിലേക്ക് പോയി. 5 മിനുസമുള്ള കല്ല് അവൻ തിരഞ്ഞെടുത്തു. ഒരു ഗോലിയാത്ത് വരട്ടെ, തോട്ടിൽ പോകാൻ കഴിയുമോ? തോടേതാണ്? വചനമാണ് തോട്. ആ തോട്ടിൽ പോയി ചില വാക്യങ്ങൾ ഏറ്റെടുക്ക, വിശ്വാസ വാക്കുകൾ ഏറ്റെടുക്ക. അതാണ് നീ എടുക്കുന്ന 5. അതിന്റെ ഒന്ന് മതി, അതിന്റെ ഒന്ന് മതി നിനക്ക് മറികടക്കുവാൻ. ഇതാ ഒരു കല്ല് കവണയിൽ വെച്ച് അവൻ കറക്കി എറിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ആ കല്ലിൽ പരിവർത്തിച്ചു. അപ്പോഴും പരിഹസിക്കുകയാണ് ആര്? ശത്രു. ഒരുത്തം വന്നേക്കുന്നു കല്ലും കവണയുമായിട്ട്. ഞാൻ കുന്തവും വാളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരുത്തം വന്നേക്കുന്നു കല്ലും. എടാ പോടാ, വേറെ ജോലി നോക്കടാ. ആര് പറയാ? ഗോലിയാത്ത്. പക്ഷേ ആ കല്ലിൽ ആര് പ്രവർത്തിച്ചു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എവിടെ എത്തിച്ചു? ഗോലിയാത്തിന്റെ നെറ്റിയിൽ അല്പസ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. വേറൊരിടത്തും സ്ഥലമില്ല, എല്ലായിടത്തും പടച്ചട്ടയാണ്. ഓ, തലയിൽ ശിരസ്ത്രമുണ്ട്, ഓ കയ്യിൽ വാളുണ്ട്, മുമ്പിൽ പരിചയമായി പരിചയക്കാരനുണ്ട്. ഒരു സ്ഥലം മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ, ഒരു കൊച്ചു നെറ്റി. അവിടെ ആ കല്ല് പായുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ആ കല്ലിനെ പായിക്കുകയാണ്. ഇതാ ആ കല്ലവിടെ. ഗോലിയാത്ത് താഴെ. കാഴ്ച ദാവീദ് ഗോലിയാത്തിന്റെ തല വെളുക്കരുന്ന് തല വെട്ടിയെടുക്കുന്ന കാഴ്ച അത്ഭുതത്തോടെ ആര് കണ്ടു? സഹോദരന്മാർ ഇങ്ങോട്ട് വന്ന തലയുമായിട്ട് വന്നപ്പോഴേ അവർ പറയാ, ഞങ്ങളുടെ സഹോദരൻ ഞങ്ങൾ വിളിപ്പിച്ച കേട്ടോ, ഞങ്ങൾക്കറിയാം ഇവൻ വന്നാ കാര്യം നടക്കും. കളിയാക്കിയന്മാരാ എന്താ പറയുന്നത്? ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ദാവീദ് വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം എടുത്തുവിട്ട് വിളിപ്പിച്ചത്. ഗമയടിക്കാൻ തുടങ്ങി. ഇങ്ങനെ കേട്ടോ, നീ പ്രാർത്ഥിച്ച് നന്മ നേടുമ്പോ ഗമയടിക്കാൻ ഒരുപാടെണ്ണം വരും. പണ്ട് നിന്ദിച്ചവനും അവിശ്വാസ വാക്ക് പറഞ്ഞവനുമൊക്കെ ഗമയടിക്കാൻ വരും. ഭാരപ്പെടണ്ട, അതൊരു അനുഗ്രഹമാ. ഒന്ന് കരകളെ ചേർത്തടിച്ചാട്, അതൊരു നന്മയാ. നിന്ദിച്ചവർ വന്നു വിളിക്കോ, നല്ല വാക്ക് പറയോ. മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതുവരെ അറിയപ്പെടാതെ കിടന്നവരാണ് ആര്? ദാവീദിന്റെ സഹോദരങ്ങള്. പട്ടാളത്തില് അറിയപ്പെടാതെ ആ പിറ്റേ ദിവസം അങ്ങനെ പോയി കിടന്നവര്. ഇത് പോകുന്നുണ്ടോ? അതെ ദാവീദിന്റെ ചേട്ടനാ കേട്ടോ. ഇത് പോകുന്നുണ്ടോ? അതെ അനിയനാ കേട്ടോ. ഒരു കുടുംബക്കാരൊക്കെ ഭയങ്കര ധൈര്യശാലികളാ, ഇരട്ടച്ചങ്കൾ. അവർക്ക് പുറത്തെ ഇന്റർവ്യൂ ഏഷ്യാനെറ്റ്, പിന്നെ ഇന്റർവ്യൂ, എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുക. എല്ലായിടത്തും മാന്യത കിട്ടി. എന്തുകൊണ്ട്? വിശ്വാസ ചുവടുകൾ ധൈര്യത്തോടെ മുന്നോട്ട് വച്ചതുകൊണ്ട്. ഇന്ന് കേൾക്കുന്ന നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പിന്നെ തളർത്തിക്കളയരുത്, തളർത്തിക്കളയരുത്. മുന്നോട്ട് 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 മുന്നോട്ട്.
ഞാൻ എഴുന്നേൽക്കാം.